യഹോവ റാഫ സൗഖ്യദായകൻ തന്നടിപ്പിണറാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അലൈവ് ജീസസ് ഹീൽസ് മിനിസ്ട്രിയിൽ കർത്താവായ യേശു ക്രിസ്തു ഇന്നും അത്ഭുതങ്ങൾ ചെയ്ത് പാപികളെ രക്ഷിക്കുന്നത് മാത്രമല്ല, രോഗികളെ അവൻ സൗഖ്യമാക്കുന്നു, നിത്യജീവൻ നൽകിക്കൊടുക്കുന്നു. മാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം വരുത്തി മനുഷ്യൻ അനുഭവിക്കേണ്ടുന്ന സകല നിത്യനരകത്തിന്റെ വേദനയുടെ ശിക്ഷകളും കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചു. മനുഷ്യൻ നിത്യ നരകത്തിൽ കിടന്നു മരിക്കേണ്ടുന്ന പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണം യേശു ഏറ്റെടുത്തു. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. ഇതാ ഇവിടെ ഒരു സഹോദരിയുടെ ശരീരത്തിൽ ഒരു മുഴ വളരെയധികമായി ഭാരപ്പെട്ടു വേദന ഉളവാക്കിക്കൊണ്ടിരുന്ന മുഴയെ യേശു ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാക്കി. ആ ഒരു സാക്ഷ്യം ദൈവമക്കൾക്കായി, ദൈവജനത്തിനായി, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, അനേകർ യേശു ജീവിക്കുന്നു എന്ന് പറയുവാൻ, കർത്താവിന് മഹത്വം ഉണ്ടാകുവാൻ ഇവിടെ സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. വരികയും ദേവദാസനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിനു ശേഷം അല്പം കുറഞ്ഞ് വീണ്ടും അതേ അസ്വസ്ഥ ജീവിതത്തിൽ അനുഭവപ്പെടുവാനിടയായി. രാത്രി ഏകദേശം 11-12 സമയമായപ്പോൾ ദാസന് ശക്തമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, എന്തോ ഒരു മുള കാണുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അത് മനസ്സിലായില്ല. ആന്റി നോക്കിയപ്പോൾ അതേ അവസ്ഥ തന്നെ കണ്ടു. പിന്നെയും ശക്തമായി ദേവദാസൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ അതിന് പരിപൂർണമായൊരു വിടുതലും അതിന്റെ ശരീരത്തിൽ അനുഭവപ്പെടുവാനിടയായി. ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അങ്ങനൊരു ഉറപ്പവും ഇല്ലെന്ന് ഡോക്ടർ പറയുവാനിടയായി. അതിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളെ ഓർക്കുവാൻ, ദൈവം ചെയ്ത മുഖാന്തരങ്ങളെ ഓർക്കുമ്പോൾ അതിന്റെ ജീവിതത്തിൽ പോകുവാനും പ്രശംസിക്കുവാനൊന്നും ഇല്ലെന്ന് ചെയ്ത ഓരോ കൃപ ഒന്ന് മാത്രമാണ്. വേണ്ടി സ്വസ്ഥയോടെ നിൽക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹങ്ങളും ദിനം വന്നാലും ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ, അനേക ജീവിതങ്ങളെ നേടുവാൻ അവരുടെ പ്രാർത്ഥന ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ എവിടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ഒരു വാക്യമുള്ള സങ്കീർത്തനം 91-12 വാക്യം, നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. 13 സിംഹത്തിന്മേലും അണിന്മേലും നീ ചവിട്ടും, പാലസിംഹത്തെയും വരുമ്പോൾ അവൻ ഇവയും മെതിച്ചു കളയും. പ്രാർത്ഥന മഴ ഉണ്ടായിരുന്നോ? പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് മഴ ഉണ്ടോ? ഇല്ല. പോയി സൗഖ്യമായിരിക്കും. കരങ്ങൾ മാത്രമേ